നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള അഘോരി വിഭാഗത്തിൽപ്പെടുന്ന സന്യാസിമാർ ഉൾപ്പെടുന്ന സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സന്യാസി സംഘം BJP ജില്ലാ ഓഫീസിലും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയും സന്ദർശിച്ചിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള യാത്രക്കിടെ തിരുവനന്തപുരത്ത് എത്തിയ സന്യാസിമാർ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ ആഗ്രഹം അറിയിച്ചപ്പോൾ അദ്ദേഹം സമ്മതം നൽകുകയായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിവാദത്തിന്റെ ആവശ്യമില്ലെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. 2 സന്യാസിമാരും ഒരു അഘോരിയുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതിന്റെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വന്നതിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ 23 സ്കൂളുകളുണ്ട്. സ്കൂൾ സമയത്ത് ഈ സ്വാമിമാർ ഇറങ്ങി നടന്നാൽ കുട്ടികൾ പേടിച്ചു പോകും. അവരുടെ വിശ്വാസമാകാം, എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. BJP സ്ഥാനാർത്ഥി എന്തൊക്കെയാണ് കാണിക്കുന്നത്? കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഹിന്ദുക്കൾക്കെതിരായി പറയുന്നതല്ല. ഈ ടൈപ്പ് സ്വാമിമാർക്ക് വോട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നും V ശിവൻകുട്ടി പ്രതികരിച്ചു. അഘോരി സന്യാസി സംഘം BJP ജില്ലാ ഓഫീസ് സന്ദർശിക്കുകയും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. 2 സന്യാസിമാരും ഒരു അഘോരിയുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള യാത്രക്കിടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ കാണാൻ ആഗ്രഹം അറിയിച്ചെന്നും തുടർന്ന് സമ്മതം മൂളുകയായിരുന്നു എന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. കാശിയിൽ നിന്നാണ് വരുന്നതെന്നും BJP MLA-മാരെ കണ്ട് ആശീർവദിക്കാൻ എത്തിയതാണെന്നുമായിരുന്നു സന്യാസിമാർ പറഞ്ഞത്. കേരളത്തിൽ BJPക്ക് MLA-മാർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇത്തവണ ഉറപ്പായും BJP ജയിക്കുമെന്നായിരുന്നു മറുപടി. തുടർന്ന് സംഘം രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം നടത്തുകയെന്ന നെടുങ്കാട് എത്തി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചുറ്റുമുണ്ടായിരുന്നവരും അഘോരിയുടെ അനുഗ്രഹം തേടിയിരുന്നു. യുപിയിൽ നിന്ന് കാറിലാണ് സംഘം യാത്ര നടത്തുന്നത്. രാവിലെയോടെയാണ് സന്യാസിമാർ BJP ജില്ലാ ആസ്ഥാനത്തിന് മുന്നിലെത്തിയത്. കാശിയിൽ നിന്നാണ് വരുന്നതെന്നും BJP MLA-മാരെ ആശീർവദിക്കാൻ എത്തിയതാണെന്നും ഇവർ പറഞ്ഞു. അതേസമയം തന്നെ ഇതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിൽ പ്രതികരണവുമായിട്ട് മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വരുന്നത്. അതേസമയം തന്നെ ഇവരുടെ വേഷത്തിലൊക്കെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സന്യാസിമാർ ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയ പുണ്യസംഗീതങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണിവർ. ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. സന്യാസനിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്നു. മാത്രമല്ല, സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ. അതുകൊണ്ടും ഇത്തരത്തിലുള്ള അഘോരിമാർ വസ്ത്രവും ധരിക്കാതെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഒരുപക്ഷെ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം മന്ത്രി V ശിവൻകുട്ടി കുട്ടികളടക്കം ഇത് കണ്ട് പേടിച്ചു പോകുമെന്നുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്.